ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ADGP MR അജിത് കുമാറിനെതിരായ PV അൻവർ MLA ആരോപണത്തിൽ DGPയോട് റിപ്പോർട്ട് തേടി മുഖ്യമന്ത്രി. പോലീസ് ആസ്ഥാനത്ത് DGP ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. അതേസമയം മലപ്പുറം SP ക്യാമ്പ് ഓഫീസിൽ നിന്ന് അനധികൃതമായി മരം മുറിച്ചുവെന്ന പരാതിയിൽ തൃശൂർ റേഞ്ച് DIG അന്വേഷണം നടത്തും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഗുരുതര ആരോപണമാണ് PV അൻവർ, അതായത് ഭരണകക്ഷി MLA ആണ് ഇന്ന് ADGPക്കെതിരെ ഉന്നയിച്ചത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഉണ്ട് ആരോപണം. ഇതിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണോ ADGPക്കെതിരായ ആരോപണത്തിൽ? അനുജ, നമുക്കറിയാം, അതായത് CPM-ന്റെ മുന്നറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ടാണ്, പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് PV അൻവർ ഇന്നും ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണം ഉയർന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിലെ രണ്ടുപേർ, ഒന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, രണ്ട് ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ. ഈ സംഭവം പ്രതിപക്ഷമടക്കം ആയുധമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് ഒരു പടി കൂടി കടന്ന് PV അൻവർ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ നൊട്ടോറിയസ് ക്രിമിനൽ, മാത്രമല്ല മാഫിയ ബന്ധം, അതിനുമൊക്കെ അപ്പുറത്തേക്ക് പോലീസ് തലപ്പത്ത് മാഫിയ ബന്ധം പിടിമുറുക്കുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി DGPയോട്, സംസ്ഥാന പോലീസ് മേധാവിയോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വിവാദവുമായി ബന്ധപ്പെട്ടത് സുജിത് ദാസിന്റെ മരമുറിയിൽ തുടങ്ങി ഇതുവരെയുള്ള വിവാദവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഭവങ്ങളുടെയും അന്വേഷണ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി തേടിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി പോലീസ് ആസ്ഥാനത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ച് ഇക്കാര്യങ്ങളിലെ എങ്ങനെ കാര്യങ്ങൾ പോകണം, എങ്ങനെ അന്വേഷണം നടത്തണം എന്നുള്ള കാര്യങ്ങളിലൊരു വിവരശേഖരണം നടത്തിയെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം ഈ മലപ്പുറം SP ക്യാമ്പ് ഹൗസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതി ലഭിച്ചിരുന്നു. ആ പരാതികൾ അന്വേഷിക്കാൻ തൃശൂർ DIGയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അനുജ. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.